അനിത്യാനി ശരീരാണി വിഭവോ നൈവ ശാശ്വത നിത്യം സന്നിഹിതോ മൃത്യു കർത്തവ്യോ ധർമ്മസംഗ്രഹ. ശരീരങ്ങളും ഗൃഹധന രത്നാഭരണാദികളും നശിക്കുന്നവയാകുന്നു. മൃത്യു എല്ലാ സമയത്തും അടുത്തു നിൽക്കുന്നു. ആയതുകൊണ്ട് സുഹൃതം സമ്പാദിച്ചു കൊള്ളണം എന്നറിയുക. പ്രാണമേകം പരിത്യജ്യ മാനവേവാവിരക്ഷതോ അനിത്യ ചദ്രുവാ പ്രാണ മാനമാ ചന്ദ്രതാരകം. യശസ്സിൽ ഇച്ഛയുള്ളവൻ പ്രാണനെ ഉപേക്ഷിച്ചും മാനത്തെ രക്ഷിക്കണം. അത് എങ്ങനെയെന്നാൽ പ്രാണൻ നിത്യമല്ല. മാനം ചന്ദ്രാദിത്യന്മാരുള്ള അന്നേക്കും നിലനിൽക്കുമെന്ന് അറിയുക. വിപതിധൈര്യമതാഭ്യുദയേ ക്ഷമ സദസി വാക്പടുത യുതി വിക്രമ. യശസ്സി ചാവിരുചിർ വ്യസനം ശ്രുതോ പ്രകൃതിസിദ്ധമിതം ഹി മഹാത്മനം. ആപത്ത് വരുമ്പോൾ കൂസലില്ലായ്മ, സമ്പത്തുണ്ടാകുമ്പോൾ ക്ഷമ, സഭയിൽ വാക്സാമർത്ഥ്യം, യുദ്ധത്തിൽ പരാക്രമം, കീർത്തിയിൽ താൽപര്യം, വേദത്തിൽ ശ്രദ്ധ എന്നിവയെല്ലാം മഹാത്മാക്കൾക്ക് സ്വഭാവേന ഉള്ളതാകുന്നു. ശിരസ്സുപുഷ്പം ചരണം സുഭാവനം വരാംഗന സേവനമൽപഭോജനം അനംഗചയ്യാൻ അനുപർവസംഗമോ വിമുക്തലക്ഷ്മ്യ പുനരാഗമശ്ച. യാതൊരുത്തൻ ശിരസിൽ എപ്പോഴും നല്ല പുഷ്പം ധരിക്കുകയും പാദശുദ്ധിയോടും സുന്ദര സ്ത്രീയോടും കൂടിയിരിക്കുകയും കുറച്ചുണ്ണുകയും വെറും നിലത്ത് കിടക്കായുകയും വാവുകളിൽ സംഘം ചെയ്യാതെ ഇരിക്കുന്നു, അവന് പോയ സ്ത്രീയും വന്നുകൂടുമെന്ന് അറിയുക. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പു ശമിപ്പതുണ്ടോ. ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെറുപ്പത്തിൽ വശമായിപ്പോയത് പ്രാണാന്ത്യത്തോളം മറക്കയില്ല. അത് കാഞ്ഞിരക്കുരു എത്ര കാലം പാലിൽ കിടന്നാലും കയ്പ് തീരുവയില്ലെന്ന വണ്ണം എന്ന് അറിയുക. അല്പാക്ഷരമണീയം യാ കഥയതി നിശ്ചിതം സാ ഖലു വാഗ്മി ബഹുവചനമൽപസാരം യാ കഥയതി വിപ്രലാഭി സഹ. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ടും അതേസമയം കേൾവിക്കാർക്ക് സന്തോഷം നൽകുന്ന വിധത്തിലും വസ്തുതകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ആളാണ് യഥാർത്ഥ വാഗ്മി. ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നവർക്ക് കാര്യമായി മനസ്സിലാക്കാനൊന്നും ഇല്ലാത്ത പ്രസംഗം നടത്തുന്നവൻ വെറും വിടുവായനാണ്. അസതാം ധർമ്മബുദ്ധിശാം സദാം സന്താപകാരണം ഉപേക്ഷൈക്കാദശീം വ്യാക്ര പാരണാം പശുമാരണാൽ. ദുഷ്ടന്മാരുടെ ധർമ്മം സത്വക്കൾക്ക് ദുഃഖമായേ വരൂ. അത് പുലി ഏകാദശി നോറ്റാലും പാരണയ്ക്ക് പശു എന്ന പോലെ എന്നറിയുക. വഹന്തിനദ്യ സ്വയമേവ പുഷ്ടി ഖാദന്തിനസ്മാത് ഫലാനി വൃക്ഷ പയോദരേണ പ്രരുഹന്തി സസ്യ പരോപകാരായ ഭവന്തി സന്ത. നദികൾ താനെ ഒഴുകുന്നതും മേഘങ്ങൾ വർഷിക്കുന്നതും വൃക്ഷങ്ങൾ പൂത്തുകായ്ക്കുന്നതും സസ്യങ്ങൾ മുളയ്ക്കുന്നതും ഇവ ഒന്നും താന്താങ്ങൾക്ക് വേണ്ടിയല്ല എന്നതുപോലെ സജ്ജനവും പരോപകാരത്തിനായിക്കൊണ്ടെന്നറിയുക. ശത്രാവച്യുചിതം കാര്യം ആദിത്യം ഗൃഹമാകതേ ചേതു പാർശ്വഗതാം ഛായാം നോപസംഹരതേ ദ്രുമ. ശത്രുവാണെങ്കിലും ഗൃഹത്തിൽ വരുമ്പോൾ ആദിത്യമര്യാദ കാണിക്കണം. വൃക്ഷത്തിൻ്റെ ശാഖകൾ മുറിക്കാൻ വരുന്നവനും വൃക്ഷം തണലേകുമല്ലോ. അന്തഃസാരവിഹീനാനാം ഉപദേശോ ന ജായതേ മലയാചല സംസർഗാത് ന വേണുചന്ദനായതേ. അകത്ത് കാമ്പില്ലാത്തവർക്ക് ഉപദേശം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നില്ല. മലയപർവ്വതവുമായുള്ള സംസർഗം കൊണ്ട് മുള ചന്ദനമായും മാറുകയില്ല. ധർമ്മോ ജയതി ന ധർമ്മ സത്യം ജയതി ന നൃതം ക്ഷമ ജയതി ന ക്രോധോ ദേവോ ജയതി നാസുര. ധർമ്മം ജയിക്കും, അധർമ്മം ജയിക്കില്ല. സത്യം ജയിക്കും, അസത്യം ജയിക്കില്ല. ക്ഷമ ജയിക്കും, കോപം ജയിക്കില്ല. ദൈവം ജയിക്കും, അസുരൻ ജയിക്കില്ല എന്നറിയുക. പ്രവൃത്തം കാര്യകൽപ്പം വാ യോനര കർത്തുമിച്ഛതി സർവാഭരണ തൽക്കാര്യം സിംഹാദേകം പ്രചക്ഷതേ. വലുതായും ചെറുതായും ഉള്ള കാര്യം ചെയ്യാൻ ഇച്ഛിച്ചാൽ സർവയത്നത്തോടും കൂടി ചെയ്യണം. ഇത് സിംഹത്തിൽ നിന്നും പഠിക്കേണ്ടതാണ്. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി.
സദാ നിറഞ്ഞുകൊണ്ടിരുന്നാലും സമുദ്രം അക്ഷോഭ്യമായിരിക്കും. അതുപോലെ കാമങ്ങൾ കടന്നുകൂടുമ്പോൾ യാതൊരുവൻ അക്ഷോഭ്യനായിരിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കും. വിഷയാഭിനിവേശം